തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കെഎസ്ആർടിസി ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെഎസ്ആർടിസി എംഡിയും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. മെയ് 9 നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഏറ്റവും വലിയ പരാതി ഉണ്ടായത് കെഎസ്ആർടിസി ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുത്തില്ല എന്നതായിരുന്നു. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വന്നിരിക്കുന്നു. സ്വമേധയാ കേസെടുക്കുകയാണോ ഉണ്ടായത്? ദിവ്യ, നേരത്തെ തന്നെ യദു മനുഷ്യാവകാശ കമ്മീഷന് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് യദുവിന്റെ ആരോപണം എന്ന് പറയുന്നത് 27-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് രാത്രി മേയറുടെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ്, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ 5 പേർ ചേർന്ന് ബസ് തടഞ്ഞു നിർത്തുകയും ബസ്സിലുള്ള യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു. അതുവഴി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണമാണ് തടസ്സപ്പെടുത്തിയത്, തന്നെയും യാത്രക്കാരെയും അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ള പരാതിയാണ് യദു മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് KSRTC MDയോട് വിശദീകരണം അല്ലെങ്കിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മറ്റൊന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കൂടി മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കന്റോൺമെന്റ് SHOയ്ക്കെതിരെയുള്ള പരാതിയാണ്. ആ പരാതി എന്ന് പറയുന്നത് 27-ാം തീയതി രാത്രി തന്നെ താൻ പരാതി നൽകിയിരുന്നു കന്റോൺമെന്റ് SHOയ്ക്ക്. പക്ഷെ അന്ന് പരാതിയിൽ നടപടിയെടുക്കാൻ അവർ തയ്യാറായില്ല. മറിച്ച് ആ ക്യാമറ പോലും പരിശോധിക്കാതെ തനിക്കെതിരെ മേയറുടെ പരാതിയിൽ കേസെടുക്കുകയായിരുന്നു ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് യദു പരാതിയിൽ ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പേരോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, 2 KSRTC CMD, ഈ 2 പേരോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരാഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ 9-ാം തീയതി തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ വെച്ച് നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കന്റോൺമെന്റ് SHO അടക്കമുള്ള ആളുകൾ മേയറുടെ പരാതി മാത്രം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. തന്റെ പരാതിയിൽ ക്യാമറ പരിശോധിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണം കൂടി യദു ഉന്നയിക്കുന്നുണ്ട്. KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.